7 മിനിറ്റ്. 5 ധനാഭ്യർത്ഥനകളെയും ആദ്യമായി ഞാൻ പിന്തുണയ്ക്കുകയാണ് സാർ. ഇവിടെ 5 പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇന്നിപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമയം ക്രമീകരിച്ചതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കിടക്കാൻ കഴിയില്ല. ഇവിടെ ഞാൻ വരുന്നത് സാർ കോതമംഗലത്ത് നിന്നുമാണ്. ഇപ്പോൾ ഞാൻ MLA ആയി പ്രവർത്തിക്കുന്നു 9 വർഷക്കാലമായി. ഈ കഴിഞ്ഞ സഭയുടെ കാലത്തും ഇപ്പോൾ 4 വർഷക്കാലവും ഏറ്റവും കൂടുതൽ ഈ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു വിഷയം വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് സാർ. അത് കേവലം കോതമംഗലത്തെ മാത്രം ഒരു വിഷയമല്ല സാർ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ MP-ക്ക് നൽകിയ മറുപടിയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് സാർ. രാജ്യത്ത് ഒരു ദിവസം 30 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് എന്നുള്ളത്. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി അതാണെങ്കിൽ സാർ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ പ്രശ്നമല്ല സാർ ഇത്. മലയോര മേഖലയിൽ കഴിയുന്ന 30 ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ വലിയൊരു ജീവിത പ്രശ്നമാണ് സാർ ഈ ഒരു വിഷയം. ഏതാണ്ട് 75 നിയമസഭാ മണ്ഡലങ്ങളിൽ 273ഓളം പഞ്ചായത്തുകളിലുമൊക്കെ ഈ ഒരു വിഷയം വലിയ തോതിൽ രൂക്ഷമായി ഇന്ന് നിലനിൽക്കുകയാണ് സാർ. അപ്പോൾ അത്തരമൊരു വിഷയത്തിനകത്ത് ഇവിടെ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചാണെങ്കിൽ 5 പഞ്ചായത്തുകളിൽ ഏറെയും കുറഞ്ഞും ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കുട്ടമ്പുഴയിലും പിണ്ടിമനയിലും കീരമ്പാറയിലും കോട്ടപ്പടിയിലും കവളങ്ങാടും ഉൾപ്പെടെയുള്ള 5 പഞ്ചായത്തുകളിൽ ഈ വിഷയം വളരെ രൂക്ഷമായി തുടരുകയാണ് സാർ. അവിടെ നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വാരിയം ആദിവാസി നഗറിലെ കാശിരാമൻ മുതൽ ഈ മാസം കോട്ടപ്പടിയിൽ ഏറ്റവും ഒടുവിലായി 3-ാം തീയതിയിൽ ഉണ്ടായ സംഭവത്തിൽ ജീവൻ നഷ്ടപ്പെട്ട കർഷകനായിട്ടുള്ള കുഞ്ഞപ്പൻ വരെ വരുന്ന 14 പേർ എൻ്റെ മണ്ഡലത്തിലും തൊട്ടടുത്ത മണ്ഡലങ്ങൾ ദേവികുളം മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട്, തൊടുപുഴ മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട്, മൂവാറ്റുപുഴ മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട്, പെരുമ്പാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ പ്രദേശങ്ങളുണ്ട്. ഈ പ്രദേശങ്ങളൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിൽ 14-ലേറെ വിലപ്പെട്ട ജീവനുകളാണ് സാർ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ ഗുരുതരമായി പരിക്കേറ്റ് ഇന്നും ആ മേഖലയിൽ കഴിയുകയാണ് സാർ. ഇവിടെ ഈ ഒരു വിഷയം പലപ്പോഴും ഇവിടെ നേരത്തെ 2 മുതിർന്ന അംഗങ്ങൾ സംസാരിക്കുകയുണ്ടായി, ശ്രീ AP അനിൽകുമാറും ശ്രീ മഞ്ഞളാംകുഴി അലിയും. അവരും ഈ വിഷയം സൂചിപ്പിച്ചു. ആ വിഷയം സൂചിപ്പിക്കുമ്പോൾ ഏകപക്ഷീയമായിട്ടുള്ള ചില പ്രസ്താവനകളാണ് അവർ 2 പേരും ഇവിടെ നടത്തിയിട്ടുള്ളത് സാർ. ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വിഷയം സൂചിപ്പിച്ചു. കഴിഞ്ഞ 9 വർഷക്കാലവും ഇവിടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് 7 കോടിയിൽ പരം രൂപയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ, അവിടെ ട്രെഞ്ച് താഴ്ത്തുന്നുണ്ട്, ഹാങ്ങിങ് ഫെൻസിങ് നിർമ്മിക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ സോളാർ ഫെൻസിങ് അടക്കമുള്ള പ്രതിരോധ മാർഗങ്ങളടക്കം ആ മേഖലയിൽ ഇപ്പോൾ സ്വീകരിച്ചു പോവുകയാണ് സാർ. അപ്പോൾ ചുരുങ്ങിയ 4 വർഷക്കാലം കൊണ്ട് തന്നെ 7 കോടിയിലേറെ രൂപ വരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ മാത്രം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപ്പിലാക്കി വരികയാണ് സാർ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഈ ഒരു വിഷയം അത്തരത്തിൽ ട്രെഞ്ച് കുഴിച്ചതുകൊണ്ടോ ഫെൻസിങ്ങോ ഹാങ്ങിങ് ഫെൻസിങ്ങോ അത്തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങൾ മാത്രം രൂപപ്പെടുത്തിയതുകൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന വിഷയമല്ല സാർ. അത് മനസ്സിലാക്കേണ്ടേ സാർ. ഇവിടെ ഏകപക്ഷീയമായി അവസാനം സംസാരിച്ച ശ്രീ മഞ്ഞളാംകുഴി അലി അദ്ദേഹം അടക്കം ഇവിടെ സൂചിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. ഇത്ര രൂക്ഷമായ ഈ പ്രശ്നം ഉയർന്നു വരുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണത്തെ സംബന്ധിച്ച് പലപ്പോഴും സമൂഹത്തിന് മുൻപാകെ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത സാർ. ഇവിടെ ഞാൻ എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു ഒട്ടേറെ വിഷയങ്ങൾ, പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അതിനെല്ലാം തരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെൻറ് എന്ന പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് ഇപ്പോൾ ഇടപെടുന്നുണ്ട് സാർ. ഇടപെടുന്നുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് സാർ വിഷയം? പലരും ആ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ ഒരു ജാഥ നമുക്കറിയാം, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സഭയിലുണ്ട്. ഞാൻ ഈ സഭയുടെ ആദ്യ ദിവസങ്ങളിൽ ഈ സബ്മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലം മണ്ഡലത്തിലെ വിവിധ വിഷയങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം അഭ്യർത്ഥിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിന് മൂല കാരണമായി നിൽക്കുന്ന, അല്ലെങ്കിൽ ശാശ്വത പരിഹാരം കാണുന്നതിന് തടസ്സമായി നിൽക്കുന്ന 972 വന്യജീവി സംരക്ഷണ നിയമം, ആ നിയമത്തിനകത്ത് കാതലായ മാറ്റം കൊണ്ടുവരണം. ആ നിയമത്തിനകത്ത് സംരക്ഷിക്കപ്പെടേണ്ട വന്യമൃഗങ്ങളുടെ അടക്കം
പട്ടിക പുനഃക്രമീകരിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യണം. അതെവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്? പാർലമെന്റിനകത്തല്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ സംസ്ഥാനത്ത് നിന്നുള്ള പാർലമെന്റ് അംഗമായിരുന്നില്ലേ ശ്രീ രാഹുൽ ഗാന്ധി? കേരളത്തിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗശല്യം നേരിടുന്ന ഒരു ജില്ലയല്ലേ വയനാട് ജില്ല? അദ്ദേഹവും ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും അടക്കം നേതൃത്വം കൊടുക്കുമ്പോൾ അവരുടെ നേതൃത്വത്തിൽ പാർലമെന്റിനകത്ത് എംപിമാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇതിനകത്ത് നേതൃത്വം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി. സാർ, ഇവിടെ നമുക്കറിയാം ഏതാനും മാസങ്ങൾ ആയിട്ടില്ല, ഇവിടെ അടുത്ത ദിവസങ്ങൾ തന്നെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മലയോര സമരജാഥ നടത്തുകയുണ്ടായി. സാർ, മലയോര സമരജാഥ, ഇവിടെ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെയുണ്ട്. ജാഥകളും സമരങ്ങളും ഒക്കെ നടത്താൻ എല്ലാവർക്കും അവകാശമുണ്ട് സാർ. അതിനൊന്നും ഞങ്ങൾ ആരും നിഷേധിക്കുന്നില്ല സാർ. പക്ഷേ എന്താണ് സാർ വസ്തുത? മലയോര സംരക്ഷണ ജാഥയുമായി അദ്ദേഹം എൻ്റെ മണ്ഡലത്തിലും എത്തി സാർ, കോതമംഗലത്തും എത്തി സാർ. കോതമംഗലത്ത് എത്തുമ്പോൾ കോതമംഗലത്ത് മാത്രമല്ല, ആ മലയോര സംരക്ഷണ ജാഥയുടെ ഓരോ കേന്ദ്രങ്ങളിലും അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇവിടെ കേന്ദ്ര നിയമത്തെ സംബന്ധിച്ച് ഒരിക്കലും പറയാൻ തയ്യാറാവുന്നില്ല. ഇപ്പം ഏറ്റവും ഒടുവിലായി ശ്രീ മഞ്ഞളാംകുഴി അടക്കം അലി അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ട് കേന്ദ്ര നിയമത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പോലും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല സാർ? ഇവിടെ നമ്മൾ പരിശോധിക്കണ്ടേ? യഥാർത്ഥത്തിൽ 1972 വന്യജീവി സംരക്ഷണ നിയമം എന്നുള്ളത് അത് കോൺഗ്രസിന്റെ കുഞ്ഞാണ് സാർ. ആ കോൺഗ്രസിന്റെ കുഞ്ഞിനെ ഇന്ന് കാണുന്ന നിലയിൽ വഷളാക്കിയതിന് ഉത്തരവാദിത്വം കോൺഗ്രസിനാണ് സാർ. 7 പ്രാവശ്യം ആ നിയമം പാർലമെന്റിൽ ഭേദഗതി ചെയ്തു. 7 പ്രാവശ്യം ഭേദഗതി ചെയ്യുമ്പോൾ 5 പ്രാവശ്യവും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റാണ് പാർലമെന്റിനകത്ത് ഭേദഗതി കൊണ്ടുവന്നുകൊണ്ട് ആ നിയമം കൂടുതൽ കർശനമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം 2022 മോദി ഗവൺമെന്റിന്റെ കാലത്ത് ഭേദഗതി കൊണ്ടുവരുമ്പോൾ അന്ന് ഇടതുപക്ഷത്തിന്റെ അംഗമായിട്ടുള്ള ശ്രീ ജോൺ ബ്രിട്ടാസ് അദ്ദേഹം പാർലമെന്റിൽ ഇതിനകത്തൊരു ഭേദഗതി ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉന്മൂലനം ചെയ്യാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്നുള്ള ഭേദഗതി കൊണ്ടുവരുമ്പോൾ അതിനെ ഒന്ന് പിന്തുണയ്ക്കാൻ പോലും കോൺഗ്രസ് അംഗങ്ങൾ തയ്യാറായിട്ടില്ല സാർ. ഈ നിലയിലാണ് സാർ സമീപനം സ്വീകരിക്കുന്നത്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പച്ചക്കള്ളമാണ് സമൂഹത്തിനകത്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത് സാർ. ഇപ്പൊ ഈ വിഷയത്തിനകത്ത് യഥാർത്ഥത്തിലുള്ള 72 നിയമവും ആ നിയമത്തിന്റെ തുടർച്ചയിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ ജനങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ 5 ഡിമാൻഡുകളെയും ഞാൻ പിന്തുണച്ചുകൊണ്ട് നിർത്തുന്നു സാർ.